നമസ്കാരം, മറ്റു മാറ്റിനിയിലേക്ക് സ്വാഗതം. തോൽവികളിൽ നിന്നും വിജയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് സുരേഷ് ഗോപിയാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു വമ്പൻ വിജയം തന്നെയാണ് അദ്ദേഹം നേടിയെടുത്തത്. അതെ, അദ്ദേഹത്തിന്റെ ജനന സമയത്ത് തന്നെ കുറിക്കപ്പെട്ടതാണെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ രാജയോഗമാണെന്നും ജോത്സ്യൻ കുന്നത്തൂരിലും കെ വിഷ്ണു നമ്പൂതിരി പ്രവചിച്ചിരുന്നു. മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ 5 ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തു. പല പ്രമുഖരുടെയും ഭാവി പ്രവചിച്ചത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ടെന്നും കുന്നത്തൂരിലത്തെ വിഷ്ണു നമ്പൂതിരി അവകാശപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ 66ാം പിറന്നാൾ ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ഭാവി പ്രവചനവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം മെട്രോ മാറ്റിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഗ്രഹനില എന്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പുള്ളി ജയിക്കുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഞാൻ ആ ജാതകം വിശദമായിട്ട് നോക്കിയപ്പോൾ ജാതകപ്രകാരം ഇപ്പൊ അനുകൂല ഒരു സമയമാണ്. അത് വെച്ചുകൊണ്ട് ഞാൻ ആ റൈറ്റപ്പ് ഗ്രഹനിലയുടെ ഗണിതം കൃത്യമായി ഗണിച്ച് 2 പേജോളം ഉണ്ടായിരുന്നു. അതുമായിട്ട് കൊടുക്കാൻ വൈകി. എന്നുവെച്ചാൽ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല നേരിട്ട്. അങ്ങനെ ഏപ്രിൽ 5 ഗുരുവായൂർ വെച്ച് ഞാൻ കൊടുക്കുന്നു. ഏപ്രിൽ 5 നേരിട്ട് കൊടുത്തായിരുന്നു. അതെ. അതിനുശേഷം ഈ വാർത്തയുടെ കോപ്പികൾ ഞാൻ ജന്മഭൂമിയായിട്ടും അങ്ങനെ പല പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ പ്രവചനം ശരിയാവില്ല എന്നുള്ളൊരു ധാരണയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് നേരിട്ട് വന്നതുകൊണ്ട് അവരതിൽ ഇൻട്രസ്റ്റ് എടുത്തില്ല. ഞാൻ അതിൽ ഇൻട്രസ്റ്റ് എടുത്ത് നിന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് ഒരു പത്രത്തിൽ ഇട്ടത്. മൊത്തത്തിൽ ഒരു പത്രത്തിൽ വന്നു. ഏപ്രിൽ 16 പത്രത്തിൽ വന്നു. താങ്കൾ പ്രവചിച്ച പ്രവചനം നേരിട്ട് കൊടുത്തായിരുന്നോ സുരേഷ് ഗോപി? അങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ നേരിട്ട് കൊടുക്കുക തന്നെ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു ഇതുണ്ട്, നേരിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫോട്ടോയിലുണ്ട്. അപ്പോൾ പറഞ്ഞത് ഇലക്ഷൻ റൂൾ അനുസരിച്ച് നേരിട്ട് വാങ്ങിക്കാൻ പാടില്ല എന്നൊരു വിവരം പുള്ളി പറഞ്ഞതുകൊണ്ട് പുള്ളിയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് പ്രവചനം അങ്ങനെ ഇതുണ്ട് പുള്ളി. അപ്പൊ ഞാൻ ചാനലിലൊക്കെ നോക്കിയപ്പോൾ അത് കാണുന്നില്ലായിരുന്നു. ഒന്ന് നേരിട്ട് വാങ്ങിക്കുന്നു. ഈ പ്രവചിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇങ്ങനെ പ്രവചിക്കാനുള്ള കാരണം? പ്രവചിക്കാൻ ഞാൻ നേരത്തെ തന്നെ പല വ്യക്തികളുടെയും ഇതുപോലെ സ്വയം ഒരു റിസർച്ച് മൈൻഡോടുകൂടി പ്രവചിക്കുമായിരുന്നു. ഇതിനു മുമ്പ് 2014 BJP അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പല പത്രക്കാരും പറയുന്നത്. 2019 വീണ്ടും പ്രധാനമന്ത്രിയാകും. BJP വന്ന് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. ആ സമയത്ത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് ഞാൻ നേരിട്ട് തന്നെ വി മുരളീധരനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷന്റെ വിജയം പുറത്ത് വന്നിരിക്കുന്നു. സുരേഷ് ഗോപി വിജയിച്ചിരിക്കും. താങ്കളുടെ പ്രവചനം സത്യമല്ല. വ്യാഴഗ്രഹ മാറ്റം അത് കണ്ടിട്ടുണ്ടാവും. വ്യാഴഗ്രഹ മാറ്റം BJPക്ക് അനുകൂലം, കേന്ദ്രത്തിൽ അധികാര തുടർച്ച. ഇനിയുള്ള അതിൽ തന്നെയാണ് സുരേഷ് ഗോപി ഭൂരിപക്ഷത്തോട് MP ആയി കേന്ദ്രമന്ത്രിയാകും. അതിന് അദ്ദേഹത്തിന്റെ ജാതകത്തില് ഇപ്പൊ നല്ലതാണ്. ഈ ജാതകപ്രകാരം ഇനിയുള്ള 5 വർഷം എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ഭാവി? നല്ലത് തന്നെയാണ്. ഇനിയിപ്പോ ഇതിൽ നിന്ന് മുകളിലോട്ടുള്ള ഇപ്പൊ കേന്ദ്രമന്ത്രി, സഹമന്ത്രി, പിന്നെ കേന്ദ്രമന്ത്രിയില് ക്യാബിനറ്റിലേക്ക് തന്നെ വരും പുള്ളി. പിന്നെ സിനിമ വിടില്ല പുള്ളി. സിനിമാ രംഗത്ത് ഇനി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, നന്ദി ശ്രീ വിഷ്ണു നമ്പൂതിരി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.